ഹായ് ഡിയർ, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയുടെ വീട്ടിലേക്ക്, അതായത് വരുണും അതുപോലെ അച്ഛനും അമ്മാവനൊക്കെ വന്നിട്ടുണ്ട്. കല്യാണ തീയതി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ലളിതമായ രീതിയിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് തന്നെ കല്യാണം നടത്തിയാൽ മതി എന്ന രീതിയിലാണ് അവരുടെ തീരുമാനം. അതിനുശേഷം തന്നെ കൺമണിയാണെങ്കിലോ പനിച്ച് കിടക്കുകയാണല്ലോ, തീരെ വയ്യ. അതുകൊണ്ട് തന്നെ കൺമണിയെ എനിക്കൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട് വരുണ്. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്കാണ് കൺമണിക്ക് ക്രഷ് ഒരു ഫോൺ ചെയ്യുന്നത്. ക്രഷ് വിളിക്കുന്നത് കാണുമ്പോഴത്തേനും കൺമണി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം അത് തുറന്ന് പറയാൻ നട്ടലില്ലാത്ത ഒരാൾ എൻ്റെ ഭർത്താവായിട്ട് നിൽക്കേണ്ട എന്നൊരു തീരുമാനത്തിലാണ് കേട്ടോ കൺമണി. അതിനുശേഷം തന്നെ വരുണ് ലക്ഷ്മിയോടും അതുപോലെ മനോജിനോടൊക്കെ ചോദിക്കുന്നുണ്ട്. വരുണ്, എനിക്ക് കൺമണി ഒന്ന് കാണുന്നുണ്ട്, ഞാനൊന്ന് പോയി കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ധനലക്ഷ്മിയാണ് പറയുന്നത്, എന്താ വരുൺ അങ്ങനെ ചോദിക്കുന്നത്? നിനക്ക് എപ്പോൾ വേണമെങ്കിലും കൺമണിയെ വന്ന് കാണാലോ, അവൾ നിൻ്റെ ഭാര്യയാവാൻ പോകുന്നവളല്ലേ, ഒരു കുഴപ്പമില്ല, ചെന്ന് കണ്ടിട്ട് വായോ, അവൾക്ക് അവിടെ റൂമിലുണ്ട് എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മനോജിനാണെങ്കിൽ അപ്പോൾ എന്തോ ഒരു പോലെയുണ്ട്, കാരണം കൺമണിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട്. അതിനുശേഷം തന്നെ കൺമണി കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് തന്നെ വരുൺ ചെന്നിട്ട് അടുത്ത് പോയിട്ട് നെറ്റിയിൽ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ പേടിച്ച് വിറച്ച് കൺമണി എഴുന്നേൽക്കുന്നു. എന്നിട്ട് വരുണിൻ്റെ കയ്യിൽ തട്ടുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും വരുണ് കരയുന്നു. അയ്യോ എന്ന് പറഞ്ഞിട്ട്, കൺമണി ഞാൻ നിനക്ക് പനിയാണെന്ന് കരുതി വന്നതാണ്, അതുകൊണ്ടാണ് തൊട്ട് നോക്കുന്നതെന്ന് പറയുന്നു കേട്ടോ. എൻ്റെ ശരീരത്തിൽ തൊടണ്ട എന്ന് കൺമണി ഉറക്കെ പറയുന്നുണ്ട് കേട്ടോ. അതെന്താ കൺമണി അങ്ങനെ പറയുമ്പോഴത്തേനും കൺമണിയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ കൺമണി, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണല്ലോ, പക്ഷേ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ശരീരത്തിൽ തൊടാൻ നിനക്ക് യാതൊരു അവകാശവും ഇല്ലെന്ന് പറയുന്നു. ആ സമയത്ത് വരുണിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ നമ്മുടെ കല്യാണം ഡേറ്റ് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഈ വരുന്നത്. എല്ലാവരുമായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി നീ ഒന്നും പറയണ്ട. ഞങ്ങൾ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കും. എനിക്ക് നിന്നെ തൊടാനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ കൺമണിയെ ഉമ്മ വയ്ക്കാനൊക്കെ വരുണ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വരുണിനെ തടയുന്നുണ്ട് കൺമണി. അങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വരുണാണെങ്കിലോ കൺമണി എങ്ങനെയെങ്കിലും തൻ്റെ വരുതിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില സമയത്ത് നടക്കുന്നില്ല. വീണ്ടും കാണിക്കുന്നത് അമ്മായിമാരെ കേട്ടോ. അമ്മായിമാരെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വീണ്ടും വരുന്നത്. മറ്റൊന്നുമല്ല, ഇനി കൺമണിയെ വാക്ക് മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വരുണിനെ തന്നെ അവൾ വിവാഹം കഴിച്ചാൽ മതി, അല്ലാതെ ആ കൃഷിൻ്റെ പുറകെ പോണ്ട, അവൻ ചതിയനാണെന്നുള്ള രീതിയിലാണ് മൂന്ന് അമ്മായിമാരും വിളിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അമ്മായിമാർ വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ അവിടെ വരുണിൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുള്ള കാര്യം ധനലക്ഷ്മി അറിയിക്കുന്നുണ്ട് കേട്ടോ. അവളുടെ വിവാഹം നിശ്ചയിക്കുകയാണ്, നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നു, ഇനി ഡേറ്റ് കുറിപ്പിക്കാനാണ്. അവരുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും അതിന് സഹകരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ വരുണും വരുന്നുണ്ട് കേട്ടോ. അമ്മായിമാർ എവിടെ പോയിട്ട് വരായിരുന്നു, ഇന്ന് ജോലി ഇല്ലായിരുന്നോ ചോദിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് ലീവാണ് മോനെ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ കൺമണിയും മോനും തമ്മിലുള്ള വിവാഹം നടക്കട്ടെ. ഇനി കൺമണി എന്ത് പറഞ്ഞാലും, ഇനി തല കുത്തി നിന്നാലും ഇവിടെ തന്നെ നിൽക്കുള്ളൂ. കൺമണി മോനും തമ്മിലുള്ള വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ അത് നടക്കുമെന്ന് അമ്മായിമാർ വരുണിന് വാക്ക് കൊടുക്കാട്ട് ചെയ്യുന്നുണ്ട്. കയ്യിനടിക്കുന്ന സമയത്ത് അപ്പോഴും വരുണിന് വേദനിക്കുന്നുണ്ട്. അയ്യോ എന്ന് പറഞ്ഞ് വീണ്ടും കരയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വരുണിനെ അനുകൂലിച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. കൺമണിയും വരുണും തമ്മിൽ കല്യാണം ഉറപ്പിച്ച മട്ടിലാണ് വരുണും അവിടെ തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രമോ വിശേഷം കഴിയുന്നത്.